അനുദിന വിശുദ്ധർ ഏപ്രിൽ 23 വിശുദ്ധ ജോർജ്. വിജയം കൊണ്ടുവരുന്ന വിശുദ്ധൻ എന്നാണ് വിശുദ്ധ ജോർജ് അറിയപ്പെടുന്നത്. കേരളത്തിലെ ക്രൈസ്തവർക്കിടയിൽ ഏറെ പ്രിയങ്കരനാണ് ഈ വിശുദ്ധൻ. ഈ വിശുദ്ധൻ്റെ നാമത്തിലുള്ള ദേവാലയങ്ങളും നമ്മുടെ കേരളത്തിൽ ഏറെയുണ്ട്. ലോകം മുഴുവൻ ക്രൈസ്തവരുള്ള സ്ഥലങ്ങളിലെല്ലാം വിശുദ്ധ ജോർജ് അനുസ്മരിക്കപ്പെടുന്നുണ്ട്. മറ്റു മതസ്ഥർക്കിടയിലും വിശുദ്ധ ജോർജിൻ്റെ ശക്തി അംഗീകരിക്കുന്നവർ ഏറെയുണ്ട്. വിശുദ്ധ ജോർജിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കഥകൾ നിലവിലുണ്ട്. ഇവയിൽ ചിലതൊക്കെ പിന്നീട് രൂപപ്പെട്ടതാണ് എന്ന് കരുതുന്നവരുമുണ്ട്. പാലസ്തീനയിലെ ഒരു ക്രൈസ്തവ കുടുംബത്തിൽ 3-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് ജോർജ് ജനിച്ചത്. ചെറുപ്രായത്തിൽ തന്നെ സൈന്യത്തിൽ ചേർന്ന ജോർജ് ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ പ്രിയപ്പെട്ടവനായി മാറി. സന്തുഷ്ടനായ ചക്രവർത്തി ജോർജിന് മറ്റൊരു ഉയർന്ന പദവി നൽകുകയും ചെയ്തു. എന്നാൽ ചക്രവർത്തി ക്രൈസ്തവരെ പീഡിപ്പിക്കാൻ തുടങ്ങിയതോടെ ജോർജ് ചക്രവർത്തിയുമായി ഇടഞ്ഞു. അസാമാന്യ ചങ്കൂറ്റത്തോടെ പരസ്യമായി തൻ്റെ രാജ്യം അദ്ദേഹം പ്രഖ്യാപിച്ചു. അക്കാലത്ത് ആർക്കും സങ്കല്പിക്കാൻ പോലുമാവാത്ത ധൈര്യമായിരുന്നു ജോർജിനുണ്ടായിരുന്നത്. കാരണം മരണശിക്ഷ ഉറപ്പായിരുന്നു. ജോർജിനും ഇതറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ പേരിലുള്ള സമ്പാദ്യമെല്ലാം പാവങ്ങൾക്ക് നൽകി മരണത്തിന് അദ്ദേഹം തയ്യാറെടുത്തിരുന്നു. ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ ക്രൂരതകൾ എണ്ണി പറഞ്ഞ ശേഷം അദ്ദേഹം രാജ്യം പ്രഖ്യാപിച്ചു. ചെറുപ്പക്കാരാ, നിൻ്റെ ഭാവി എന്തായിത്തീരുമെന്ന് ചിന്തിച്ചു നോക്കൂ എന്ന് ഡയക്ലീഷ്യൻ ചക്രവർത്തി പറഞ്ഞു. ക്രിസ്തുമതം ഉപേക്ഷിച്ചാൽ പല പദവികളും നൽകാമെന്നും ധാരാളം പണം സമ്പാദിക്കാനാകുമെന്നും പ്രലോഭനങ്ങളുണ്ടായി. ജോർജ് വഴങ്ങിയില്ല. ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഈ ഭൂമിയിലുള്ള ഒന്നിനും എൻ്റെ വിശ്വാസത്തെ താർക്കാനാവില്ല എന്ന് അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഒരു ദൈവവും നിന്നെ രക്ഷിക്കുകയില്ല, നീ മരിക്കാൻ പോവുകയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മരണശിക്ഷ തന്നെ ഡയക്ലീഷ്യൻ ചക്രവർത്തി കൊടുത്തു. തുടർന്ന് അദ്ദേഹത്തെ ജയിലിലടച്ചു. ദിവസങ്ങൾ നീണ്ട ക്രൂരമായ പീഡനങ്ങൾക്ക് ശേഷം ഒടുവിൽ ആ വിശുദ്ധനെ തലയറുത്ത് കൊലപ്പെടുത്തി. അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ ജോർജിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ധാരാളം കഥകൾ പ്രചരിച്ചിട്ടുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തീതുപ്പുന്ന ഭീകരജീവിയായ വ്യാളിയുടെ പിടിയിൽ നിന്ന് രാജകുമാരിയെ രക്ഷിക്കുന്ന കഥയാണ്. കുതിരപ്പുറത്തിരുന്ന് കുന്തം കൊണ്ട് വ്യാളിയെ കുത്തുന്ന വിശുദ്ധൻ്റെ ചിത്രം മലയാളികൾക്കിടയിലും വളരെ പ്രസിദ്ധമാണല്ലോ. ആ കഥ ഇങ്ങനെയാണ്. ലിബിയയിലെ സിലോന എന്ന സ്ഥലത്ത് ഒരു വലിയ തടാകത്തിൽ ഒരു വ്യാളി ജീവിച്ചിരുന്നു. ഈ വ്യാളിയെ കൊല്ലുവാൻ പലരും ശ്രമിച്ചെങ്കിലും നടന്നില്ല. ഒടുവിൽ ആ രാജ്യത്തെ പട്ടാളം ഒന്നിച്ച് വ്യാളിയെ നേരിട്ടു. പക്ഷേ അവരെയും അത് തോൽപ്പിച്ചു. പലരെയും കൊന്നു. ഒരു ദിവസം 2 ആടുകളെ വീതം നാട്ടുകാർ വ്യാളിക്ക് ഭക്ഷണമായി എത്തിച്ചിരുന്നു. എന്നാൽ ആടുകളെല്ലാം തീർന്നപ്പോൾ വ്യാളിക്ക് തൻ്റെ ഭക്ഷണം കിട്ടാതായി. അതോടെ ഒരു ദിവസം ഒരു കന്യകയായ പെൺകുട്ടിയെ വീതം ഭക്ഷിക്കാൻ തുടങ്ങി. ഓരോ ദിവസവും ഓരോ കുടുംബത്തിൻ്റെ ഊഴമായിരുന്നു. ഒടുവിൽ ആ നാട്ടിലെ രാജകുമാരിയുടെ ഊഴമെത്തി. കരഞ്ഞു പ്രാർത്ഥിച്ച രാജകുമാരിയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. സൈനിക വേഷത്തിൽ വിശുദ്ധ ജോർജ് ഒരു കുതിരപ്പുറത്ത് കയറി അവിടെ എത്തി. വ്യാളിയുമായി ഏറ്റുമുട്ടി. അതിനെ കുന്തം കൊണ്ട് കുത്തി കൊന്നു. ഒരു നാട് മുഴുവൻ സന്തോഷത്താൽ മതിമറന്നു. ജോർജിൻ്റെ അത്ഭുത പ്രവൃത്തി കണ്ട് ആ നാട്ടുകാരെല്ലാവരും ക്രിസ്തുമതത്തിൽ വിശ്വസിച്ചു. തൻ്റെ മകളെ രക്ഷിച്ച ജോർജിന് രാജാവ് നിരവധി സമ്മാനങ്ങൾ നൽകി. എന്നാൽ അവയെല്ലാം അവിടെയുള്ള പാവപ്പെട്ടവർക്ക് തന്നെ ജോർജ് വീതിച്ചു നൽകി. ഒരു ഇറ്റാലിയൻ ഐതിഹ്യമാണിത്. എങ്കിലും അപകടങ്ങളിൽ മധ്യസ്ഥനായി ജോർജ് എത്തുമെന്ന് വിശ്വസിക്കപ്പെട്ടിരുന്നതിനാൽ ഈ കഥ ലോകം മുഴുവൻ വളരെ വേഗം പ്രചരിച്ചു. ആദിമ ക്രൈസ്തവർക്കിടയിൽ തന്നെ ജോർജിൻ്റെ വിശുദ്ധ ജീവിതവും രക്തസാക്ഷിത്വവും പ്രകീർത്തിക്കപ്പെട്ടു. 10-ാം നൂറ്റാണ്ടോടുകൂടി വിശുദ്ധ ജോർജിൻ്റെ മഹത്വം യൂറോപ്പിലെങ്ങും വ്യാപിച്ചു. സ്ത്രീകളുടെ സംരക്ഷകൻ, സർപ്പം, പിശാച് തുടങ്ങിയവയിൽ നിന്നുള്ള സംരക്ഷകൻ, പാവപ്പെട്ടവരുടെ മധ്യസ്ഥൻ എന്നൊക്കെ വിശുദ്ധ ജോർജ് അറിയപ്പെടുന്നു.